5 പൈസ ക്യാപിറ്റലിൻ്റെ പാദഫലമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. ഈ രണ്ടാം പാദഫലം വന്നപ്പോൾ ലാഭത്തിൽ 56% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 9.5 കോടി രൂപയാണ് ഇത്തവണത്തെ ഒരു ലാഭമായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം നോക്കുമ്പോൾ 23.4% കുറവിൽ 77.2 കോടിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരിയുടെ ഒരു ട്രേഡിംഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 5 പൈസയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഓഹരിയും നമുക്ക് നോക്കുന്നത് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പാദഫലത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഓഹരിയിൽ ഒരു സെൽ ഓഫാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത്. ഓഹരിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കാം. കഴിഞ്ഞൊരു 4 മാസമായി നോക്കുമ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡിലാണ് ഓഹരി നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ജനുവരി 2024 അതിനുശേഷം ഈ ഒരു ഓഹരിക്ക് ഒരു സമയം പോലും ഒരു ബുള്ളിഷ് മോഡിലോട്ടോ അല്ലെങ്കിൽ ഒരു റിക്കവറി മോഡിലോട്ടോ നീങ്ങാൻ സാധിച്ചിട്ടില്ല. കണ്ടിന്യൂസ്ലി ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽസ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം 56% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.